അതെ, നോക്കിയേ, രാവിലെ തന്നെ എന്തുവാന്നല്ലേ, കുറച്ച് തക്കാളിയൊക്കെ പഴുത്തിരിപ്പുണ്ടെന്നേ, അതൊക്കെ ഇങ്ങോട്ട് പറിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ തക്കാളി മാത്രമല്ല, വഴുതനയൊക്കെ ആയിട്ടുണ്ട്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ട ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചെടികൾ മാത്രമല്ല, അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പുറമേലേക്ക് കൊടുക്കാനൊന്നുമില്ല, പക്ഷെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കേണ്ടതൊക്കെ ഉണ്ട്. അത്യാവശ്യം തക്കാളി, പച്ചമുളക്, വഴുതന, പയറുകൾ, ചീരകൾ, പിന്നെ കാബേജ്, അങ്ങനെയെല്ലാം ഉണ്ട്. ചേന, ചേമ്പ്, കപ്പ, അത്യാവശ്യം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ വിചാരിച്ചു കുറച്ചെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്നാൾ പിടിപ്പിച്ചതാട്ടോ വഴുതനയൊക്കെ. അപ്പോൾ അതിലൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ ഇങ്ങ് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയപ്പോൾ ഇങ്ങനത്തെ പരിപാടി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ, ഇന്ന് അടിപൊളി. ഇത് ഇത്രയേ കിട്ടിയുള്ളൂ കേട്ടോ, നമുക്ക് വേണ്ടതൊക്കെ കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതാണ് മക്കളേ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഇതിന് വേണ്ട ആവശ്യ സാധനങ്ങൾ: അപ്പം കഴുകി വൃത്തിയാക്കി കുതിർത്തി വെച്ച പച്ചരിയാണ് 1/2 കിലോ. പിന്നെ മെയിൻ സാന്തരം നമ്മളെ കാന്താരി മുളക് കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കറുത്ത എള്ളും വെളുത്ത എള്ളും എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്, ജീരകം, നമ്മളെ കായും. ഇതുവരെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലേ. അപ്പം നമുക്കിത് ബീട്രൂട്ടാണ്. അപ്പോൾ ഒരു ബീട്രൂട്ട്, 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് 1/2 കിലോ പച്ചരിയിലേക്ക് ഞാൻ മുറിച്ചിടുന്നുണ്ട്. അപ്പം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കുതിർത്തി വെക്കുകയും ചെയ്യണം കേട്ടോ. പച്ചരി ഒരു 2 മണിക്കൂറോളം കുതിർത്തി വെക്കണേ പച്ചരി. എന്നിട്ട് വേണം അരയ്ക്കണമെങ്കിൽ തന്നെ. ഞാൻ വേഗം വോയിസ് കൊടുത്ത് പോകുന്നത്, ഇടയ്ക്കിടയ്ക്ക് വോയിസ് മൊത്തം പോകും, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, വർത്താനേ പറ്റുന്നില്ല. ഇപ്പം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം വോയിസ് കട്ടായി പോവാം, മിണ്ടാനേ പറ്റുന്നില്ല. പക്ഷേ കുറേ നേരം സംസാരിക്കും കേട്ടോ, അല്ലാണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ചെറിയൊരു അസ്വസ്ഥതക്കേടൊക്കെ. അപ്പം നമുക്കിതൊക്കെ മുറിച്ചെടുത്ത ശേഷം ഇതാട്ടോ, 1/2 കിലോ പച്ചരിക്ക് 2 പിന്നെ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. പാകത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇത് കായ കേട്ടോ, ചെറിയൊരു കഷ്ണം കായാണ്. അതുപോലെ തന്നെ പിന്നെ ഇടുന്നത് ഇതിലേക്ക് നമ്മൾ പച്ചരി കുതിർത്തി വെച്ചത് 1/2 കിലോനാട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 2 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം കേട്ടോ. ഞാൻ വേഗം ഈ പറഞ്ഞു പോകുന്നത്, എനിക്ക് വീഡിയോ എന്തായാലും ഇട്ടേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ജീരകം കേട്ടോ, ഇത് ഒരു 3/4 ടീസ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട്. വോയിസ് ഇടയ്ക്കിടയ്ക്ക് പിടിക്കുകയെന്നേ. നമ്മൾ ഈ വർത്തമാനം പറയുന്നവർക്ക് വർത്തമാനം പറയാൻ പറ്റാണ്ടിരുന്നാലുള്ള അവസ്ഥ ഭയങ്കര ഇതാട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ദോശക്കൊക്കെ നമ്മൾ അരച്ചൊഴിക്കൂലേ, നീർദോശയ്ക്കൊക്കെ, അതുപോലെ തന്നെ ഓവർ ലൂസും അല്ല എന്നാൽ ഓവർ കട്ടിയല്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്, എനിക്ക് വേഗം ഒന്ന് സംസാരിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. എള്ള് നമ്മൾ ഇത് അതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, വെള്ള എള്ള്. അതിന് ശേഷം നമ്മൾ അരയ്ക്കാൻ പോകുന്നത് കാന്താരി മുളകും പച്ചമുളകും കേട്ടോ. അതുപോലെ തന്നെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ കാന്താരി മുളക് അത്യാവശ്യം നന്നായിട്ട് തന്നെ എരിവ് ഇഷ്ടമുള്ളവരാണ് എരിവ്. അപ്പം പപ്പടത്തിന് കുറച്ച് എരിവും അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇതും കൂടി ഒന്ന് അരച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതാ പച്ചരിയെല്ലാം ബീട്രൂട്ടും കൂട്ടിയിട്ട് അരച്ച് വെച്ചിട്ടില്ലേ, അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് എളുപ്പ പണിയാണ്. പപ്പടം ഉണ്ടാക്കാൻ ഞാൻ ഇന്നാൾ വേറൊരു ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്താക്കണ്ട, കുഴയ്ക്കുകയും വേണ്ട, പരത്തുകയും വേണ്ട, പെട്ടെന്ന് നമുക്ക് പപ്പടം ഉണ്ടാക്കി എടുക്കാം. അതും എത്ര വെച്ചാലും ഒന്നും ആവില്ല കേട്ടോ. ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിൽ പപ്പടം ഉണ്ടാക്കി വെച്ചാൽ മതി. പപ്പടം അതായത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ കാന്താരി മുളകൊക്കെ നന്നായിട്ട് ഇതിലിട്ടിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് കഴിയും കേട്ടോ. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ദോശയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് ചെറുതായിട്ട് ഇതാ കണ്ടോ, ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഒന്ന് ഒഴിച്ച് ഇതാ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ. എന്നിട്ട് ഇത് നമുക്ക് എന്താണെന്ന് ഇത് കണ്ടില്ല, ഇതുപോലെ ഒന്ന് നേർങ്ങനെ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഇന്നാൾ ഞാൻ കാണിച്ചു തന്നായിരുന്നു, ഒന്ന് ആവി വേറ്റിക്കുക. ആവിയിൽ അപ്പച്ചമ്പിൽ വെച്ചിട്ട് വെറും ഒരു 2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. ഒന്ന് അതിൻ്റെ ആ മേലത്തത് ഒന്ന് വാടാൻ മാത്രം, ഉണങ്ങാൻ വേണ്ടി മാത്രം 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഇത് കണ്ടോ ഇങ്ങനെ എടുക്കണം. പെട്ടെന്നാവും. അതായത് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ അടുത്തതാക്കുമ്പം ഇപ്പുറത്ത് വെച്ച് ആവിക്ക് വെച്ചത് ഇതായിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഇതിങ്ങ് പറിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങ് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊരു വെള്ള തുണിയിൽ ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം നന്നായിട്ട് ഉണങ്ങുകയും ചെയ്യണം കേട്ടോ.
അപ്പോൾ അടുത്തതും അതുപോലെ തന്നെ ഒന്ന് അടുപ്പത്ത് വെക്കുമ്പോൾ അടുത്തതിന് അതുപോലെ തന്നെ എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ നേരം ആവില്ല കേട്ടോ, ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങെടുക്കുക കേട്ടോ. നേർങ്ങനെ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ആവിക്ക് വെക്കുമ്പോൾ വെക്കുക, 1-2 മിനിറ്റ് കഴിയുമ്പോൾ അതിങ്ങോട്ട് എടുക്കുക. അപ്പം ഇതിൽ നിന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡൊന്ന് ഇതാക്കി കൊടുത്തിട്ട് ഒന്ന് പറിച്ചെടുത്താൽ മതി. പെട്ടെന്ന് ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങ് പറഞ്ഞു വരും. നല്ല പോലെ നേരിയതായിട്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുണ്ട്, ഒരു 2 ദിവസത്തെ നന്നായിട്ട് ഉണക്കാൻ വെക്കണം. ഞാനൊരു 2 ദിവസം നല്ല രീതിയിൽ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അതുമാത്രമല്ല പെട്ടെന്ന് കഴിയും. ഇത് ചോറിന് മാത്രമല്ല, നമുക്ക് വെറുതെ ചായക്ക് കൂട്ടാനും പറ്റും കേട്ടോ. വൈകുന്നേരത്തെ ചായക്ക് നമ്മളൊരു പക്കവട കഴിക്കലില്ലേ, പക്കാവട, അതിൻ്റെ ഒരു നല്ല അടിപൊളിയാണ്. കാന്താരി മുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിട്ട് ഇത് കണ്ടോ. ഇത് നന്നായിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ നല്ലോണം ഉണങ്ങിയത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പ്ലാസ്റ്റിക് ബക്കറ്റൊക്കെ ഇല്ലേ അതുപോലെ ഇട്ടിട്ട് കാറ്റ് കടക്കാണ്ട് അടച്ചു വെച്ചാൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എടുത്ത് പൊരിക്കുക. എത്ര മാസത്തോളം വെച്ചാലും ഇതൊന്നും ആവത്തില്ല കേട്ടോ. നല്ല അടിപൊളി എന്താ പറയുക പപ്പടമായിരിക്കും. ഞാനിത് ചായക്ക് ഉപയോഗിക്കലുണ്ട്, ചോറിനും ഉപയോഗിക്കലുണ്ട്. അടിപൊളി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് 2 ദിവസം കൊണ്ട് ഉണങ്ങി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ. ചില അക്ഷരങ്ങളൊക്കെ വരുന്നില്ല അല്ലേ, എനിക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ ഇടണം, എങ്ങനെയെങ്കിലും വീഡിയോ ഇട്ടിട്ട് രക്ഷപ്പെടണം. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇത് കാണുന്ന എന്താ പറയുക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്കിത് ചായക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ചായക്ക്. അപ്പോൾ ഇതുപോലെ ഉണക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ ഒരു കവറില്ലേ പ്ലാസ്റ്റിക്, അതിൽ കാറ്റ് കടക്കാണ്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് തൊണ്ടയ്ക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മൾക്ക് എന്താക്കുക, അടുപ്പത്ത് എണ്ണ വയ്ക്കുക. ഞാൻ പാം ഓയിലാണ്, പക്ഷേ വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ നമ്മൾ പപ്പടം കാച്ചുന്ന പോലെ തന്നെ കാച്ചെടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുപോലെ തന്നെ കറുമുറോന്ന് ഞാൻ ഇന്നാൾ ഇത് കഴിച്ചൊക്കെ കാണിച്ചു, ഇപ്പോൾ ഇത് കഴിച്ച് കാണിക്കാനൊന്നുള്ള അവസ്ഥയിലല്ല. അപ്പം ഞാനിതുണ്ടാക്കി വെച്ചായിരുന്നു. കുറേ പെട്ടെന്ന് വോയിസ് കൊടുക്കാനൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ ഒക്കെ ഇടുന്നതാട്ടോ. മോൻ്റെ വീഡിയോ ഈ ഒരു സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണേ. അപ്പോൾ ഇപ്പോഴേ തന്നെ കണ്ടില്ല, ആരോ തൊണ്ടയ്ക്ക് ഇങ്ങനെ അമർത്തി പിടിച്ച പോലെ. എത്ര ദിവസമായി എന്നറിയോ, ജനുവരി 10-20 തുടങ്ങിയതാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. പപ്പടം കണ്ടില്ലേ, ഇത് നല്ല കറുമുറാന്ന് പൊട്ടിയതാണ് കേട്ടോ. വേണേൽ ചായക്കും കഴിക്കുക, ചോറിനെല്ലാം അടിപൊടി. പ്രത്യേകിച്ച് കാന്താരി മുളക് ഉള്ളതുകൊണ്ട് ടേസ്റ്റ് ഭയങ്കര കേട്ടോ. എന്നാൽ ശരി കേട്ടോ, നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. കണ്ടില്ലേ അടിപൊളിയായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. എന്നാൽ ശരി, അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.